അടുത്ത ചോദ്യം ഏത് രൂപത്തിലാണ് ആൻസർ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രിയാവണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹം. അതിൽ ആദ്യ സ്ഥാനം പിണറായി വിജയനാണ്. അല്ല, ആണ്. ഇപ്പോൾ ക്ഷമിക്കണം, കെ ശൈലജ. 26.4%. നോക്കൂ, 26.4% ആളുകൾ കെ ശൈലജ മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ പിണറായി വിജയന് വേണ്ടി പറയുന്ന എത്ര പേരാണ്? 20.6% എന്ന് പറയുമ്പോഴത്തേക്ക് 6% വ്യത്യാസമാണ് പോപ്പുലാരിറ്റിയിൽ. മാവേലിക്കരയിൽ പോപ്പുലാരിറ്റിയിൽ പിണറായി വിജയനേക്കാൾ ഏറെ മുന്നിലാണ് കെ ശൈലജ. തരൂരിന്റെ പേര് പറയുന്നവർ 11.9% പേർ. വി ഡി സതീശൻ അതിനും കൂടുതലുണ്ട്, 13. വി ഡി സതീശനാണ് കോൺഗ്രസിൽ നിന്ന്. അല്ലല്ല, 13.7%. ചെറിയ വ്യത്യാസം. തരൂരാണ് മുന്നിൽ. ക്ഷമിക്കണം, തരൂർ 11ആണ്. എനിക്ക് കണക്ക് തെറ്റി. വി ഡി സതീശനാണ്. പക്ഷേ നോക്കൂ, ഇവിടെ ഇടതുപക്ഷത്തു നിന്നുള്ള മുഖ്യമന്ത്രി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതെ, ഇടതുപക്ഷത്തു നിന്നുള്ള മുഖ്യമന്ത്രി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത്രയും ജനവിരുദ്ധ വികാരം അവിടെ പ്രകടിപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രിയാകേണ്ടത് ഇടതുപക്ഷത്ത് നിന്ന്. മലപ്പുറം ഒഴികെയുള്ള നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന മാവേലിക്കര അടക്കം 4 മണ്ഡലങ്ങൾ കെ ശൈലജയ്ക്കൊപ്പമാണ്. ജനമനസ് കെ ശൈലജയ്ക്കൊപ്പമാണ്. മുഖ്യമന്ത്രിയായി അവർ ആഗ്രഹിക്കുന്നത് കെ ശൈലജയാണ്. പിണറായി വിജയന്റെ പ്രവർത്തനവും അവർ വിലയിരുത്തുന്നുണ്ട്. ഈ ഓരോ ചോദ്യങ്ങളിലും വരുന്ന മറുപടിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കെ ശൈലജയുടെ പോപ്പുലാരിറ്റി ഇൻക്രീസിംഗ് ആൻഡ് പിണറായി വിജയന്റെ പോപ്പുലാരിറ്റി അതിനേക്കാൾ അപ്പുറം ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന് വലിയ പിന്തുണയും ലഭിക്കും. നോക്കൂ, സുരേഷ് ഗോപി ഇവിടെയും സജീവമാണ്. 12.5% ആളുകൾ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 12.5% സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കേവലം 1.5% ആളുകൾ മാത്രമാണ് കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ കേരളത്തിൽ BJPയുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖമായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ നേരത്തെ സ്മൃതി പറഞ്ഞത് കണക്ക് മാവേലിക്കര CS സുജാതയെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലം. 2004 അതെ, അപ്പോൾ അവിടെ ഈ പറയുന്ന കണക്ക് ഈ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന ക്യാമ്പയിന് വലിയ സ്വാധീനമുണ്ട്. കാരണം CS സുജാതയെ പോലൊരു രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് സുജാതയെ വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായും കെ ശൈലജയ്ക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നത് അത്ഭുതകരമല്ല. എങ്കിലും ആ ഡിഫറൻസ് വളരെ വലുതാണ്. 20% മാത്രമേ പിണറായിക്ക് പിന്തുണയുള്ളൂ, 26% കെ ശൈലജയ്ക്കാണ്. ഇനിയിപ്പോൾ ഏറ്റവും നിർണായകമായ ചോദ്യമല്ലേ